പൂനെയിൽ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയുടെ ഫോട്ടോ പോലീസ് പുറത്തുവിട്ടു. വിവരം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ DGPക്ക് കത്തയച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പൂനെയിലെ സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സിനകത്ത് യുവതി ബലാത്സംഗത്തിനിരയായത്. സ്വദേശമായ സത്താരയിലേക്ക് പോവാനായെത്തിയ 26-കാരിയെ പ്രതി തെറ്റിദ്ധരിപ്പിച്ച് ആളില്ലാത്ത ബസ്സിനകത്ത് കയറ്റുകയായിരുന്നു. AC ബസ്സിനകത്ത് നിന്നുള്ള യുവതിയുടെ അലർച്ച ആരും കേട്ടില്ല. ക്രൂരകൃത്യത്തിന് ശേഷം പ്രതി രക്ഷപ്പെട്ടു. പിന്നാലെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ യുവതി പോലീസിൽ പരാതിപ്പെട്ടു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി കൊടും കുറ്റവാളിയായ ദത്താത്രേയ രാംദാസ് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പ്രതിയുടെ ഫോട്ടോയും പുറത്തുവിട്ടു. വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. 13 സംഘങ്ങളായാണ് പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നത്. വിവിധ കുറ്റകൃത്യങ്ങളിലായി വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചയാളാണ് പ്രതി. 2019 മുതൽ ജാമ്യത്തിലാണ്. അതിക്രമം നടന്ന ബസ് സ്റ്റാൻഡിലെ ഗാർഡ് റൂം ഇന്നലെ ശിവസേന ഉദ്ധവ് വിഭാഗം പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. വർദ്ധിച്ചുവരുന്ന ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി. സംഭവത്തിൽ കർശന നടപടി അതിവേഗം ഉണ്ടാകണമെന്ന് DGPക്ക് അയച്ച കത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. 24 മുംബൈ.